എന്താ അടിച്ചു മാറ്റാൻ വല്ല ഉദ്ദേശമുണ്ടോ? കൊറേ നേരമല്ലോ തേച്ച് വെളുപ്പിക്കുന്നു. ഇവിടെ വെളുപ്പിക്കാന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. സ്വാമി വിളിക്കാം. സ്വാമി പാമ്പള്ളി അതങ്ങോട്ട് കൊടുക്ക. മധുരാണ്. പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായി. കല്യാണത്തിനുള്ള മുഹൂർത്തവും കുറിച്ചു. കല്യാണത്തിനോ? അപ്പൊ പെണ്ണ് കാണൽ ചടങ്ങൊന്നുമില്ലേ? കുട്ടി അവൻ നേരത്തെ കണ്ടിട്ടുണ്ടത്രേ. അനന്തം കോളേജിൽ ആതിരയുടെ മേജർ ആയിരുന്നു. അയ്യോ, അപ്പൊ പയ്യനെ പട്ടാളത്തിലാണോ ജോലി? എന്താ സീനിയർ എന്നാ മാമ്പള്ളി ഉദ്ദേശിച്ചത്. ആ അധികം പോക്കിനും വരവിനും സമയമില്ലാത്ത ആളാ. അവന്റെ അമ്മാവനോടൊന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല. പക്ഷേ ചെന്ന് കണ്ടപ്പോ അതൊന്നും വെറുതെ അല്ലെന്ന് ബോധ്യായി. എന്താ മാമ്പള്ളി? അതെ, ആള് സ്ഥലത്തുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോ ഡൽഹിക്ക് പുറപ്പെടാനുള്ള ഒരുക്കമായിരുന്നു. ഇനി വിവാഹത്തിന്റെ അന്ന് കാലത്തെയുള്ള വിമാനത്തിലെ തിരിച്ചു വരുള്ളൂന്നാ പറഞ്ഞ്. പാരമ്പര്യ ചടങ്ങുകളൊന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവന്റെ സംസാരം കേട്ടപ്പോ ഞാനങ്ങ് സമ്മതിച്ചു. മിടുക്കനാ, ബഹുമിടുക്കൻ അല്ലേ മാമ്പള്ളി? അന്നേ സിറ്റിയിലെ ശ്രീവത്സം കല്യാണ മണ്ഡപത്തിൽ വെച്ചാ കല്യാണം. സിറ്റിയിലോ? അതെ, ഡൽഹിന്നോ ബോംബെന്നോ ഒക്കെ അവന്റെ ധാരാളം സുഹൃത്തുക്കൾ വരൂത്രേ. എല്ലാവരും കൂടി പട്ടിക്കാട്ടിലേക്ക് വരാൻച്ചാ ബുദ്ധിമുട്ടാവുന്നാ പറഞ്ഞത്. എന്തായാലും സ്വാമി കുറിച്ച മുഹൂർത്തത്തിന് വിവാഹം നിശ്ചയിച്ചു. അയ്യോ, അപ്പൊ അതിനി അധികം ദിവസമില്ലല്ലോ. എന്താ സ്വാമി, തീരുമാനം തെറ്റായോ? ഇല്ല, നന്നായി. എന്തായാലും വരൻ വിവാഹത്തിനെത്തൂല്ലോ. എന്തേ? ഞാൻ എവിടൊക്കെ തിരക്കുന്നോ? 2 സ്വാമിമാരെ കാണാൻ വന്നിരിക്കണു. സ്വാമിമാരോ? മുത്തച്ഛനെ ആദ്യം തിരക്കിയത്. ഇല്ലാന്ന് പറഞ്ഞപ്പോ സ്വാമിയെ കാണാന്ന് പറഞ്ഞു. ആ, വന്നോളാം. അതിന് പൊക്കോളൂ. പ്രേമ, പ്രേമ, പ്രേമദാസ, പ്രേമ, എന്താ എന്താ നിനക്ക് പറ്റിയ? എന്താടാ? എന്താ വെച്ചാ പറയാന്ന്? കാഷായ വേഷവും കെട്ടി ഇവിടെ സുഖിച്ച് കഴിയാനല്ല കഴിവറ മോനെ. ഞാൻ പറയുന്നത് കേക്ക്. നീ ഒന്നും പറയണ്ട പുല്ലേ. അന്നേ ഞങ്ങൾ പറഞ്ഞില്ലടാ, ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ആനന്ദന്റെ പേരും പറഞ്ഞു നീ നിന്റെ കൂട്ടുകാരനും കൂടി ഞങ്ങളെ കുറെ ഓടിച്ചടാ. ഇനി നിന്നെ കൊല്ലാതെ വിടുന്ന പ്രശ്നമില്ല. സത്യം പറയടാ, ഉരുപ്പടികൾ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? 2 ദിവസം സമയം കിട്ടാ. എന്തിനാ ഇവിടെ നിന്ന് മുങ്ങാനോ? അവധി കുറെ തന്നതല്ലേ, ഇനി ഒരു മിനിറ്റ് പോലും നിനക്ക് തരുന്ന പ്രശ്നമില്ലടാ. സ്വർണ്ണം എടുത്തോടോ പൊട്ടി. ഞാൻ പറയുന്നത് കേക്ക്. അനന്തനെ കൊടുക്കാനുള്ള എല്ലാ കെണികളും ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്ക. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയാണ്, 2 ദിവസം ഞാൻ ഇവിടെ വിട്ട് ഒരു സ്ഥലത്ത് പോകില്ല. അവൻ എത്തിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നിങ്ങളെ ഞാൻ അറിയിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നോ. കൊല്ലുവാണോ നിന്നെ? 2 ദിവസം കൂടി ഇവന് കൊടുത്തേക്കാവടാ. അണ്ണാ ഇവൻ ഓട്ടടാ. ഇത്രയും നാള് നമ്മൾ കാത്തില്ലേ, ഇനി 2 ദിവസം. ഞങ്ങളെ കളിപ്പിച്ചുകൊണ്ട് ഇവിടെ വിടാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ ശവം ഇവിടുന്ന് പോവുള്ളൂ. കേട്ടോ? കള്ളനാണല്ലേ? സ്വാമിയാണെന്ന് പറഞ്ഞു, പിന്നെ CID ആണെന്ന് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ? അതിന് ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ചെമ്പരത്തിപ്പൂ ചൂടാനും വളകൾ കയ്യിൽ അണിയാനും ഒക്കെ പറഞ്ഞ് എന്നെ മോഹിപ്പിച്ചിട്ട്. അറിഞ്ഞുകൊണ്ട് ആരെയും ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല, കള്ളം പറഞ്ഞ് മോഹിപ്പിച്ചിട്ടില്ല. ഞാൻ കള്ളനോ CID-യോ സ്വാമിയൊന്നുമല്ല. ജയദേവൻ, മുല്ലശ്ശേരി മനക്കിലെ ജയദേവ ശർമ്മ. സർപ്പകോപം തീർക്കാനും
മുജ്ജന്മ ദോഷാറ്റാനും കളമെഴുത്തും പാട്ടു ഹോമമൊക്കെ നടത്തി മുടിഞ്ഞ ഇല്ലത്തിന്റെ പടിപ്പുരയ്ക്കൽ ജപ്തി നോട്ടീസ് പതിച്ചപ്പോ എന്നെ അനാഥനാക്കിയിട്ട് എന്നേക്കുമായി എന്റെ അമ്മയും പോയി. എരിയുന്ന ചിതയ്ക്കരികിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് എന്നെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടായി. മൃഗേശൻ തട്ടാൻ. മുല്ലശ്ശേരി തറവാടിന്റെ വളർച്ചയും തളർച്ചയും കണ്ട ഒരാൾ. ഡിഗ്രി എടുത്ത് തൊഴിൽ തെണ്ടിമെടുത്തപ്പോ അദ്ദേഹം എന്നെ സ്വർണ്ണപ്പണി പഠിപ്പിച്ചു. വളർത്തച്ഛനായിട്ടല്ല, സ്വന്തം അച്ഛനായിട്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടത്. അച്ഛൻ എനിക്ക് ചന്ദ്രശേഖര മുതലാളിയുടെ ജ്വല്ലറിയിൽ ജോലി വാങ്ങി തന്നു. അവിടുത്തെ സെയിൽസ്മാൻ ആയിരുന്നു അനന്തൻ. ഈ ബില്ല് അവിടെ കാണിച്ച് ക്യാഷ് കൊടുത്താൽ മതി. ഏയ്, എന്തേത്? എന്ത്? ഇതല്ലല്ലേ എമൗണ്ട്? ഇത് തന്നെ അമൗണ്ട്. മുതലാളി ഇങ്ങനെ അറിഞ്ഞണ്ടല്ലോ. ഞാൻ നോക്കിക്കോളാം, നീ പോടാ. തൂക്കത്തില് കള്ളത്തരം കാണിച്ച് 200 രൂപ നക്കാപ്പിച്ച മേടിച്ചിട്ട് നീ എന്താ നേടിയത്? ഇത് കണ്ടോ, അരിസ്ട്രോക്രാറ്റ്. എടാ, അരിസ്ട്രോക്രാറ്റിന്റെ അർത്ഥം എന്താണെന്ന് അറിയാലോ നിനക്ക്? കുലീനൻ, അതായത് സമ്പന്നൻ. ഐ വിൽ ബിക്കം എൻ അരിസ്ട്രോക്രാറ്റ്. എനിക്കൊരു സമ്പന്നനാകണം. ജമ്മി. എന്തിനാന്ന് ചോദിക്കേ? എന്തിനാ? അതൊരു സസ്പെൻസാ. വെറും വയറ്റ് കേട്ടാ നിനക്ക് ദഹിക്കില്ല. ചെന്ന് കഞ്ഞൂടി ചേച്ചുവാ. നിന്റെ തട്ടാൻ കാരണം ഒരു കാരണത്തിൽ കാത്തിരിക്കുന്നുണ്ടാവും. ചൽ മേരെ ഭായ്. നീ എന്തിനാ എത്ര വൈകുന്നവരെ എന്നെ കാത്തിരിക്കണേ? നേരത്തെ കഞ്ഞി കുടിച്ച് കിടന്ന് ഉറങ്ങിക്കൂടെ? വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കണ്ടല്ലേ? പഠിത്തമൊക്കെ കണക്കാ. അതിന് കാശ് ചെലവാക്കണ നേരം കൊണ്ട് ഏതെങ്കിലും ഒരുത്തിലൂടെ ഇറക്കി വിടാൻ നോക്ക്. അങ്ങനെ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ഇറക്കി വിടാനുള്ള അല്ല അവളെ മുരുകേശൻ തട്ടാന്റെ മോളാ. പിന്നെ മുരുകേശൻ തട്ടാനെന്ന് കേട്ട ആൾക്കാര് പറന്ന് എത്തുകയല്ലേ. ചന്ദ്രശേഖര മുതലാളിയുടെ നിധി കാക്കണ ഭൂതത്താനാ. പറഞ്ഞിട്ടെന്താ, മോക്കൊരു പണോടെ സ്വർണ്ണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. എടോ ഭാര്യ, നീ കനകം, എന്റെ മോള് സ്വർണം. നിങ്ങൾ രണ്ടാളും കൂടെ ഉള്ളപ്പോ വേറെ സ്വർണ്ണം എന്തിനാടി കനകം? അതെ അതെ. നമുക്ക് സ്വർണ്ണം ഇല്ലെങ്കിൽ എന്താ, നമ്മുടെ വീട്ടിൽ കിലോ കണക്കിന് ഇരിക്കല്ലേ തങ്കക്കെട്ടികള്. വിളിച്ചു കൂവിക്കോ. ബാക്കിയുള്ളവരുടെ മനസമാധാനത്തോടെ ഒരുപോലെ കണ്ണടച്ചിട്ട് കാലം എത്രയെന്ന് അറിയോ? ഇന്നലെയും കൊണ്ടുവന്ന് കുറെ. ഓർക്കുമ്പോ പേടിയാവുക. എല്ലാം കൂടി എത്ര കിലോ ഉണ്ടെന്ന് ഇപ്പൊ എനിക്ക് തന്നെ നിശ്ചയില്ല. എനിക്ക് നല്ല നിശ്ചയമുണ്ട്. കള്ള സ്വർണ്ണ വല്ല പോലീസ് റെയ്ഡെങ്ങാനും ഉണ്ടായാ അച്ഛന് മുതലാളിയോട് പറഞ്ഞൂടെ ഇതിവിടെ സൂക്ഷിക്കാൻ പറ്റില്ലെന്ന്? എങ്ങനെ പറയാനാ? ഇന്നും ഇന്നലും തുടങ്ങിയ ഇടപാടല്ല. മുതലാളിക്ക് എന്നോട് ഇത്രയും വിശ്വാസം ഉണ്ടാവുന്നത് എനിക്കൊരു അഭിമാനമായിട്ടാ തോന്നണേ.